UPI വഴിയുള്ള പണമിടപാടുകൾക്ക് ഫീസ് ചുമത്താൻ തയ്യാറെടുക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിന് വഴിയൊരുക്കുന്ന നികുതി നിയമ ഭേദഗതി ബിൽ പ്രതിപക്ഷ ബഹളത്തിനിടെ ചർച്ചകളൊന്നുമില്ലാതെ ലോക്സഭ കടന്നു. ബാങ്കുകൾക്കും മറ്റ് സേവനദാതാക്കൾക്കും UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ കേന്ദ്ര സർക്കാരിന് അനുമതി നൽകാനുള്ള അധികാരം നൽകുന്ന ബില്ലാണ് ലോക്സഭയിൽ പാസായത്. വ്യാപാരികളെ ലക്ഷ്യമിട്ടാണ് ഈ നിരക്ക് ഈടാക്കുന്നതെന്നും രാജ്യത്തെ പൗരന്മാരെ ബാധിക്കില്ലെന്നുമാണ് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമന്റെ വാദം. എന്നാൽ വ്യാപാരികൾ ഈ തുക ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കില്ലേ എന്ന ന്യായമായ ചോദ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. UPIയിലെ പണമിടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നത് സാധാരണക്കാർക്ക് ഇരുട്ടടിയായി മാറുമോ? കാണാം RD Extra. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ലോക്സഭയിൽ അവതരിപ്പിച്ച നികുതി നിയമ ഭേദഗതി ബില്ലിലാണ് UPI വഴി പണമിടപാട് നടത്തുമ്പോൾ വ്യാപാരികളിൽ നിന്ന് നിശ്ചിത നിരക്ക് ഈടാക്കുമെന്ന് വ്യക്തമാക്കിയത്. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ചർച്ചകളൊന്നും കൂടാതെയാണ് കേന്ദ്രം ലോക്സഭയിൽ ബില്ല് പാസാക്കിയത്. 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്കായിരിക്കും 0.25% മുതൽ 0.4% വരെ നിരക്ക് ഈടാക്കുക. വ്യക്തികൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് ഫീസ് ഈടാക്കില്ലെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട്. UPI ഇടപാടുകളിൽ സാധാരണ ഉപഭോക്താക്കൾക്കുള്ള സൗജന്യ സേവനം തുടരുമെന്നും ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. കൂടാതെ ബാങ്കുകൾക്കും ഫിൻടെക് സ്ഥാപനങ്ങൾക്കും സുരക്ഷിതമായ സംവിധാനമൊരുക്കാൻ ഈ ഫീസ് ഉപകരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തുക ചുമത്തുന്നത് വ്യാപാരികളുടെ മേലിലാണെങ്കിലും അതിന്റെ ബാധ്യത ഉപഭോക്താക്കളെയും ബാധിക്കുമെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. കൂടാതെ UPI ഇടപാടുകളിൽ ഇടനിലക്കാരായ ബാങ്കുകൾക്കും കുത്തകകൾക്കുമാണ് ഈ പണം ലഭിക്കുന്നതെന്നും വിമർശനമുയരുന്നുണ്ട്. കോൺഗ്രസ്, CPIM, സമാജ്വാദി പാർട്ടി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കത്തെ നിശിതമായി എതിർത്തിട്ടുണ്ട്. RD Extra, ന്യൂസ് മലയാളം. ബില്ലിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. 2007 പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റംസ് ആക്ട് ആണ് ഭേദഗതി ചെയ്തത്. ഈ നിയമത്തിലെ സെക്ഷൻ 10A ഭേദഗതി ചെയ്താണ് UPI ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കുന്നത്. UPI ഇടപാടുകൾക്ക് നേരിട്ടോ അല്ലാതെയും ചാർജുകൾ ഈടാക്കാൻ പാടില്ല എന്നായിരുന്നു നേരത്തെയുള്ള നിയമം. പുതിയ ബില്ല് സർക്കാരിന് എന്തൊക്കെ പേയ്മെന്റ് മോഡുകൾ സൗജന്യമാക്കണം എന്ന അധികാരം നൽകുന്നുണ്ട്. ഇതിലുയരുന്ന പ്രധാനപ്പെട്ട വിമർശനങ്ങൾ നോക്കിയാൽ ചാർജ് വ്യാപാരികൾക്കാണെങ്കിലും വിലവർദ്ധനവിലൂടെയോ മറ്റോ ഈ നിരക്ക് ഉപഭോക്താക്കളെയും ബാധിക്കാം. ആളുകളെ കൊണ്ട് UPI എടുപ്പിച്ച ശേഷം അതിനെ വരുമാന സ്രോതസ്സാക്കി മാറ്റാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നാണ് CPIM ആരോപിക്കുന്നത്. പുതിയ മാറ്റം അമേരിക്കൻ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയെന്ന് കോൺഗ്രസ് MP ജയറാം രമേശും ആരോപിക്കുന്നു. കർഷകർക്കും ചെറുകിട വ്യാപാരികൾക്കും ദോഷകരമായി ബാധിക്കുമെന്ന് സമാജ്വാദി പാർട്ടി പറയുന്നു. ഇനി ഇതിൽ അമേരിക്കൻ സമ്മർദ്ദമുണ്ട് എന്നുള്ള ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ അതുകൂടി പരിശോധിക്കാം. US ട്രേഡ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ 2026 ഒരു റിപ്പോർട്ട് ഇന്ത്യയിലെ UPI സംവിധാനത്തെ വിമർശിച്ചിരുന്നു. നാഷണൽ ട്രേഡ് എസ്റ്റിമേറ്റ് റിപ്പോർട്ട് ഓൺ ഫോറിൻ ട്രേഡ് ബാരിയേഴ്സ് എന്ന റിപ്പോർട്ടിലാണ് വിമർശനമുള്ളത്. സൗജന്യ UPI സംവിധാനം ആരംഭിച്ചതോടെ വിസ, മാസ്റ്റർ കാർഡ് പോലെയുള്ള അമേരിക്കൻ കാർഡുകൾക്ക് ബിസിനസ് നഷ്ടമായി. ഇന്ത്യയുടെ സീറോ ചാർജ് നയം അമേരിക്കൻ കമ്പനികൾക്ക് അനുകൂലമല്ല എന്നും വിമർശനമുയർന്നിരുന്നു. ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. സനീഷ്, ഇത് UPA സർക്കാരിൻ്റെ കാലത്ത് തന്നെ പിറവി കൊണ്ട ആശയമാണെങ്കിലും ഇപ്പോൾ ഇത് UPI എന്നുള്ളത് നടപ്പായത്, അത് ലോഞ്ച് ചെയ്തത് 2016 ഓഗസ്റ്റിലാണ്. ജയറാം രാജൻ അദ്ദേഹം റിസർവ് ബാങ്ക് ഗവർണറായിരിക്കുന്ന കാലത്ത്, NDA സർക്കാരിൻ്റെ കാലത്ത്. അതിപ്പോൾ സർക്കാരിൻ്റെ പ്രോജക്റ്റ് എന്ന നിലയ്ക്കല്ല, അതിനപ്പുറത്ത് നയം സർക്കാരിൻ്റേതാണെങ്കിലും അത് നടപ്പാക്കിയത് ഈ വഴിക്കൊക്കെയാണ്. അന്നു മുതൽ ഇത് സൗജന്യമായ ഒരു സേവനമെന്നുള്ള പ്രതീതിയാണ് സൃഷ്ടിച്ചിരുന്നത്. നിയമത്തിലും അതാണ് പറഞ്ഞിരുന്നത്. അതിന് ഒറ്റയടിക്ക് ഈ മാറ്റം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? നിശ്ചയമായിട്ടും ഇതിനകത്ത് ആ വിമർശനമാണ് പ്രതിപക്ഷമാകപ്പാടെ ഉന്നയിക്കുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് സാധാരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ GPay ചെയ്യുന്നു, അതെ, 10 രൂപക്ക് ചായ കുടിക്കുന്നു. 10 രൂപയില്ല, ഇപ്പം യുദ്ധം വന്നതോട് കൂടിയിട്ട് നമ്മളിപ്പോൾ 15 രൂപയും 20 രൂപയൊക്കെ ആയി. എന്നാലും ചായ കുടിക്കുന്നു, ഒരു ചായ എല്ലാ ദിവസവും കുടിക്കുമ്പോൾ 20 രൂപയാണ്, അത് 21 രൂപ, അല്ലെങ്കിൽ ഒരു ഫീസ് കൂടെ വരുന്നു. ഇത്രയും നാൾ 20 രൂപ കൊടുത്താൽ മതിയായിരുന്നു, ഒരു ഫീസ് കൂടെ വരുന്നു. അങ്ങനെ നമ്മൾ 10 ദിവസവും ഒരു മാസം എടുക്കുമ്പോൾ ആ ഫീസ് ഇത്രയും നമുക്ക് സാധാരണഗതിയിൽ 100 രൂപയാണ് ഒരു നിശ്ചിത കാര്യത്തിൽ ചിലവാകുന്നതെങ്കിൽ അത് 150 രൂപയായിട്ടോ അല്ലെങ്കിൽ 120 രൂപയായിട്ടോ വളരും. നമ്മുടെ നഷ്ടം എന്ന് വെച്ചാൽ സാധാരണക്കാരുടെ നഷ്ടം ഇവിടെയും എന്നതാണല്ലോ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. GPay ചെയ്യുന്നതിന് യാതൊരു പൈസയും നമ്മുടെ ഭാഗത്ത് പിടിക്കില്ലായിരുന്നു. ഇനി അത് പിടിക്കപ്പെട്ടേക്കാം എന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇതുവരെ അങ്ങനെ ഇലക്ട്രോണിക് പേയ്മെൻറ്റ് കമ്പനികൾ പണം വാങ്ങാൻ പാടില്ല എന്ന ആ നിയമം ഇവരെടുത്തു കളഞ്ഞു. ഇതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് സാധാരണക്കാരെ ബാധിക്കില്ല. അപ്പോൾ ഞാൻ ഹർഷന്, ഒരു കട നടന്ന ഹർഷന് ഞാൻ പൈസ തരികയാണെങ്കിൽ എനിക്ക് പൈസ നഷ്ടമൊന്നും വരില്ല. പക്ഷേ കടക്കാരന്, വ്യാപാരികൾക്ക് ഇതൊരു കുറച്ച് പൈസ നമ്മൾ പിടിക്കും എന്നാണ്.
റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗികമായിട്ടുള്ള ഒഫീഷ്യൽസ് പറഞ്ഞു കേട്ടത് ഇതിനൊരു ചിലവുണ്ട്, ആ ചിലവ് ആരെങ്കിലുമൊക്കെ വഹിക്കണം. ഒന്നുകിൽ അത് സാധാരണക്കാർ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ ഇതിങ്ങനെ കൈകാര്യം ചെയ്യണം. അപ്പോൾ അത് ഏതാണെന്ന് ഞങ്ങൾ തീരുമാനം എടുത്തില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് എന്തായാലും വ്യക്തികൾക്ക് ബുദ്ധിമുട്ടൊന്നും വരാൻ പോകുന്നില്ല. വ്യക്തികൾ ഇപ്പോൾ ചെറിയ ചെറിയ പൈസ ചെയ്യുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിടിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അത് വിശ്വസിക്കാനേ പറ്റുന്ന കാര്യമല്ല. കാരണം വൺസ് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് ഇതിനുള്ള അനുമതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും നമ്മുടെ തലയിൽ, സാധാരണ മനുഷ്യരുടെ തലയിലേക്കാണ് വരിക എന്നുള്ളത് സംശയമേ ഇല്ല. കാരണം ഇപ്പം വിൽക്കുന്ന വ്യാപാരിക്ക് ഓരോ ട്രാൻസാക്ഷനും 10 പൈസയുടെ കൂടുതൽ കൊടുക്കേണ്ടി വന്നാൽ ആ വ്യാപാരി, വ്യാപാരം എന്ന് പറയുന്നതിൻ്റെ ബേസിക് തന്നെ അതാണ്. ആ വ്യാപാരി എന്ത് ചെയ്യും, ആ 10 പൈസയും കൂടെ ചേർത്തിട്ട് സാധനത്തിന് വിലയിടും. 10 രൂപയാണ് ചായക്ക് വിലയെങ്കിൽ ഇയാൾ 10 രൂപ എടുത്തോ 10 പൈസ സർക്കാരിലേക്ക് ഇതിൻ്റെ കാര്യമായിട്ട് അടക്കണമെങ്കിൽ അയാൾ 10 രൂപ 10 പൈസയാണ് ഇന്ന് മുതൽ ചായക്ക് വില എന്ന് പറഞ്ഞാൽ നമ്മളെ ഇന്ന് പിടിക്കും എന്ന് വെച്ചാൽ നഷ്ടം നമുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനു വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിപ്പോൾ സംഭവിക്കുന്നത് എന്താ വർഷം, അതായത് ഊബർ ടാക്സി വന്നപ്പോൾ നമുക്ക് ഓർമ്മയില്ലേ, നല്ല സൗകര്യമായിരുന്നു, താരതമ്യേന കുറഞ്ഞ പൈസയായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമായിരുന്നു. പിന്നീട് സർജ് ആയിട്ടുള്ള, അതായത് പീക്ക് അവേഴ്സ് വന്നപ്പോൾ എല്ലാവരും ഇതിനകത്തേക്ക് മാറി. പീക്ക് അവേഴ്സ് വന്നപ്പോൾ പൈസ കൂടി. 300 രൂപക്കാണ് നമ്മളൊരു സ്ഥലത്ത് പോയിക്കൊണ്ടിരുന്നതെങ്കിൽ പീക്ക് അവേഴ്സ് ആണെങ്കിൽ 500 രൂപ കിട്ടും. നമ്മൾ രണ്ടുപേരും കാക്കനാട് അവിടെ താമസിക്കുന്നതാണ്, നമുക്കറിയാം എന്താണിത്. പീക്ക് അവേഴ്സ് ആണെങ്കിൽ 300 രൂപ 500 രൂപയാകും. അവർ പറയുന്നതാണ് ഇപ്പോൾ പൈസ. നമ്മളെ പതുക്കെ പിടിച്ചിട്ട് ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവന്നു. നമ്മൾ ബസ് കയറി പോയിക്കൊണ്ടിരുന്ന ആളാണ്, ഒരു ഓട്ടോറിക്ഷ അപ്പുറത്ത് പിടിച്ചിട്ട് പോയിക്കൊണ്ടിരുന്നതാണ്. മൊബൈൽ ഫോൺ വന്നപ്പോൾ കുറേ സൗകര്യം, അപ്പുറത്തെ ജംഗ്ഷനിലുള്ള ആളെ മൊബൈലിൽ ഓട്ടോക്കാരനൊന്ന് വിളിച്ചു വരുത്തി അവിടുന്ന് ഇവിടെ വരാനുള്ള റിട്ടേൺ ടാക്സ് കൂടെ കൊടുത്താൽ പോലും പൈസ ഇല്ലാതെ നമ്മളിങ്ങനെ സംവിധാനങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നിടത്ത് നിന്ന് ഈ സംവിധാനം വന്നു. നല്ലത്, നമ്മൾ അതിന് അടിമകളായി. അത് ഇല്ലാതെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത ആയി. വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള ആളുകൾ തന്നെയും തിരക്കിലൂടെ ഓടിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവരിപ്പോൾ വാഹനങ്ങൾ പിടിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇപ്പോൾ അത് ഊബർ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് നല്ല പൈസ കിട്ടുമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ. നമ്മൾ ഓടിക്കുന്ന ഓരോ ഡ്രൈവറോടും നമ്മൾ സംസാരിക്കുമ്പോൾ അവരെല്ലാം പറയും വളരെ ഹാപ്പി ആയിട്ടാ, ഇത് നല്ലതാണ്. ഇവിടെ എറണാകുളത്ത്, കൊച്ചിയിൽ നമ്മൾ ഓടിക്കുമ്പോൾ കാസർഗോഡ്, പാലക്കാട്, കണ്ണൂർ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നിന്നൊക്കെ ആളുകൾ, ചെറുപ്പക്കാർ വന്നിട്ട് താമസിച്ച് സ്വന്തം വണ്ടി എടുത്തും മറ്റുള്ളവർ വണ്ടി ഓടിച്ചു നല്ല പൈസ ഉണ്ടാക്കുമായിരുന്നു, ചെറുപ്പക്കാരും എല്ലാവരും. പക്ഷേ ഇപ്പോൾ അവർക്കും പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ ആർക്കാ പൈസ? കമ്പനിക്ക് മാത്രമാണ് പൈസ. കമ്പനിക്ക് അടിക്കുകയാണ് ഇപ്പോൾ മൊത്തം. അതും എന്തുമാത്രം വലിയ ലാഭമാണ് ഉണ്ടാക്കുന്നത്. നമ്മളാണെങ്കിൽ അതിനോട് അഡിക്റ്റഡായി. നമുക്കിപ്പോൾ മറ്റ് സംവിധാനങ്ങളില്ല. ഓട്ടോറിക്ഷയും ബൈക്കും എല്ലാം യൂബർ അതുപോലുള്ള സംവിധാനങ്ങളോട് ചേർത്തു. ഇങ്ങനെയാണല്ലോ എല്ലാ സംവിധാനങ്ങളും വരുന്നത്. ഇത് തന്നെയാണ് ജിപേയുടെ കാര്യത്തിൽ. ഇപ്പോൾ പൈസ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ വസ്തുതാപരമാണ്, ഹർഷൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കാരണം പൈസ നമ്മൾ വെക്കാറില്ല, ഒരു മനുഷ്യനും കയ്യിൽ പൈസ വെക്കാറില്ല. ഇപ്പോൾ എല്ലാം ഫോണിനകത്തായി. നമ്മളെ മുഴുവൻ ആളുകളെയും അതിനകത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ജിപേയും അതുപോലുള്ള സംവിധാനങ്ങളും ഇല്ലാത്ത ഒരാളും ഇല്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ചെറിയ കടകളിൽ പോലും ഈ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പണം ചോദിച്ച് റെയിൽവേ സ്റ്റേഷനിലും മറ്റുമൊക്കെ വരുന്ന, ഭിക്ഷ ചോദിച്ച് വരുന്ന ആളുകൾ പിന്നെ UPI സംവിധാനം വെച്ചിരിക്കുന്നതെന്ന് പണ്ട് തമാശയായിരുന്നെങ്കിൽ ഇപ്പോൾ അത് റിയലാണ്. ആളുകളെ സഹായിക്കാൻ ഇത് വെച്ചോളൂ എന്ന് പറയുന്ന കടകളിലൊക്കെ ഇത് വെച്ചിരിക്കും. അപ്പോൾ ഇതൊരു റിയൽ സംവിധാനമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് നെറ്റ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം എന്നാണ്. പക്ഷേ ആളുകൾക്കറിയാമായിരുന്നു ഇതിനകത്തേക്ക് സംവിധാനങ്ങൾ വന്നാൽ പേടിഎം, ഹർഷൻ ഓർമ്മയുണ്ടോ? പണ്ട് ഏതൊരു സമയത്ത് പേടിഎമ്മിന്റെ മുതലാളി വൻ ഡാൻസ് ചെയ്ത് ഓർമ്മയുണ്ടോ? ഒരു നോട്ട് നിരോധനത്തിന് സമയത്ത് ഇയാളുടെ വിഷയം വന്നു, വൻ ഡാൻസ്. അതായത് അയാൾ വമ്പൻ ലാഭം ഉണ്ടാക്കി ആ സമയത്ത്. ആ ലാഭം അല്ലെങ്കിൽ ഇപ്പോഴും അവർക്ക് ലാഭമുണ്ട്. കാരണം ജിപേയിൻ്റെ അകത്തൊക്കെ അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ അവരെങ്ങനെയൊക്കെയോ ലാഭം ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് അവിടെ ഇവിടെയൊക്കെ പരസ്യമൊക്കെ കാണാം, എന്തൊക്കെയോ ഗേറ്റ്വേകൾ അല്ലാതെ തന്നെ പണം ഉണ്ടാക്കുന്നുണ്ട്, ബ്രൗണി പോയിന്റ്സ് അവരെങ്ങനെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ലാഭക്കച്ചവടം തന്നെയാണ് ഇപ്പോഴും. പക്ഷേ ഇപ്പോൾ നമ്മളെ ഈ സംവിധാനത്തിനകത്തേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ നമ്മൾ പോയിട്ടൊരു 1/2 കിലോ പഞ്ചസാര വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്താൽ അവർ ചേഞ്ച് തിരിച്ചു തരുമോ? അവരുടെ കയ്യിലും പൈസയില്ല, കടയിലും പൈസയില്ല. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾ മുഴുവൻ നമ്മുടെ ഫോണിനകത്തേക്ക് മാറ്റിയതിന് ശേഷം ഇപ്പോൾ അവർ വില കൂട്ടുകയാണ്. എന്നിട്ട് സർക്കാർ പറയുകയാണ് ഇത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ജപ്പാൻ, ഇറ്റലി, ജർമ്മനി 3 പ്രധാനപ്പെട്ട വളരെ സാങ്കേതിക വിദ്യ പുരോഗമിച്ചിരിക്കുന്ന രാജ്യങ്ങളും. ജപ്പാനൊക്കെ നോക്കണം, അവർ ഇപ്പോഴും ക്യാഷാണ്, ഇപ്പോഴും പണമാണത്രേ. US, UK തുടങ്ങിയ വലിയ സംവിധാനങ്ങളുടെ രാജ്യങ്ങളിൽ ഇത് കുറച്ച്, നമ്മുടെ അത്രയില്ല, കുറച്ചുണ്ട്. പക്ഷേ എന്നാലും പൈസയാണ് അവർ കൊടുക്കുന്നത്. അമേരിക്കയിലൊക്കെ ആൾ പൈസ എടുത്ത് കൊടുക്കുന്നത് അത്രേ, കാപ്പി വാങ്ങിച്ചിട്ട്. നമ്മൾ ഇതിനകത്ത് ഏതാണ്ട് സമ്പൂർണ്ണ ഡിപ്പെൻഡൻസി പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഇതുവരെ നമ്മുടെ രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെയോ ചരിത്രം പണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, പണവുമായി ബന്ധപ്പെട്ട ലോകത്തിൻ്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ എപ്പോഴും നോക്കിയാലും ആ പണം സാധാരണ മനുഷ്യന് ലാഭം ഉണ്ടാക്കുന്ന ഒരു കച്ചവടവും ഈ ലോകത്തൊരിടത്തും നടന്നിട്ടില്ല. അത് മുതലാളിമാർക്ക് ലാഭം ഉണ്ടാകുന്ന പണമേ നടന്നിട്ടുള്ളൂ. നമ്മൾ മുതലാളിയായാൽ നമ്മൾക്ക് കൊള്ളാം, അല്ലാതെ ഈ കാര്യം നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി വരികയാണ്. സങ്കടകരമായിട്ട് നമ്മളെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി വരികയാണ്. ഇത്രയും നാൾ നമ്മൾ അനുഭവിച്ച ആ കാര്യം മാറിയിരിക്കുന്നു. ഇനി തിരിച്ചൊരു പോക്കില്ല.
അല്ലെങ്കിൽ സർക്കാർ വിചാരിക്കണം ഞങ്ങൾ ഈ മുതലാളിമാരെയല്ല, ഞങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരെ 10-20 രൂപയൊക്കെ GPay ചെയ്ത് നടക്കുന്ന ആളുകളെയാണ്, അവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടതെന്ന് സർക്കാർ വിചാരിക്കണം. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ ഈ കാര്യം വരില്ലല്ലോ. അതെ, ഇതിപ്പോൾ സർക്കാരിൻ്റെ തന്നെ നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം, അതായത് സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ച് നടപ്പാക്കി കൊണ്ടുവന്നിരുന്ന നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു നീക്കം എന്നുകൂടി വേണം നമ്മൾ പറയാൻ. സനീഷ് നേരത്തെ പറഞ്ഞില്ലേ, ഈ വികസിത രാജ്യങ്ങളിലെല്ലാം ഇപ്പോഴും പണം ഈ വിനിമയോപാധിയാക്കി ഈ പറഞ്ഞത് പണം കാശ് കൊടുത്ത സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഏത് ചെറിയ ഇപ്പം മാങ്ങ റോഡ് സൈഡിൽ മാങ്ങ അടുക്കി വെച്ച് വിൽക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ തന്നെ UPI വഴിയാണ് നമ്മളുടെ പേയ്മെൻറ്റ് നടപ്പാക്കുന്നത്. അങ്ങനെയാണ് എല്ലായിടത്തും എല്ലാവരും അതിനെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയധികം ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയം, ഇത്രയധികം ആളുകളെ ഈ രാജ്യത്ത് എത്ര കോടി ആളുകളെ നേരിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ്. അത് ഒരു ചർച്ച പോലും കൂടാതെ അവിടെ ശബ്ദ വോട്ടിനിട്ട് പാസ്സാക്കി എടുത്തു എന്നുള്ളതിലാണ് ജനാധിപത്യ വിരുദ്ധത അങ്ങനെ കൂടി ഈ തീരുമാനത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച പോലും ഇല്ലാതെ അതങ്ങ് പാസ്സാക്കിയെടുത്തു. എന്നിട്ട് പറയുന്നത് എന്താണ്, ഇതിപ്പം നടപ്പാക്കുന്നില്ല, നോട്ടിഫിക്കേഷനിലൂടെ പിന്നീട് നടപ്പാക്കാനുള്ള അനുമതി ഈ ബില്ലിലൂടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. അത് ശരിയല്ലല്ലോ. കാരണം അത് ഇപ്പോഴാണെങ്കിലും ഈ ഡെമോക്രസിൻ്റെ വാൾ പോലെ ഇത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. സത്യത്തിൽ ഈ ഡിജിറ്റൽ പേയ്മെൻറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസെൻറ്റീവായി എത്ര പണം ഇവർ മുടക്കിയിട്ടുണ്ടോ, സർക്കാരായിക്കോട്ടെ ഈ സംവിധാനങ്ങളായിക്കോട്ടെ, മുടക്കിയിരിക്കുന്ന പണം മുഴുവൻ ഇപ്പോൾ തിരിച്ചെടുക്കാനുള്ള ഒരു അവസരമായി, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു അന്ന് സർക്കാർ നടപ്പാക്കിയത് എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ. ഡിജിറ്റൽ പേയ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നോ? എല്ലാവരും ഇതിൽ അങ്ങ് പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പണം കറവ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് യുക്തിയും ബുദ്ധിയുമാണ്. അത് എങ്ങനെയാണ് നമ്മളെപ്പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു സർക്കാരിന് അങ്ങനെ ഒരു യുക്തിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് കെട്ടാനാവുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണം വളരെ ഗൗരവതരമാണ്. ഇപ്പോൾ മാസ് കാർഡും വിസയും ഒക്കെ ഈ അവർക്ക് നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ UPI വളരുന്നു, അതുകൊണ്ട് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. ആ ആവശ്യത്തിനാണ് ഇപ്പോൾ സർക്കാർ വഴങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജയറാം രമേശൻ ഉന്നയിക്കുന്ന ഒരു ആരോപണം. അത് വളരെ ഗൗരവതരമായ ഒരു ആരോപണമാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആരോപണം പോലും ഉയരുന്ന ഒരു വിഷയമായിരിക്കെ അത് പ്രതിപക്ഷത്തോട് ചർച്ചയിൽ പങ്കെടുത്ത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങൾ കേട്ട് നടപ്പാക്കാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നുള്ളതിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 2007 ഈ പേയ്മെൻറ്റ് ആൻഡ് സെറ്റിൽമെൻറ്റ് സിസ്റ്റംസ് ആക്ട് അനുസരിച്ചാണ് കാര്യങ്ങൾ ഇതുവരെ പൊയ്ക്കൊണ്ടിരുന്നത്. ആ 2007 അത് ഈ പറഞ്ഞ പോലെ മോഡേൺ പേയ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ വളർച്ച അവിടെ തുടങ്ങുകയാണ്, ആ ആലോചനകൾ അവിടെ തുടങ്ങുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ IMPs ഒക്കെ പിന്നീട് വരുന്നത്. അത് പക്ഷേ ഈ രൂപത്തിലേക്ക് വിപ്ലവകരമായ മാറ്റം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലേക്ക് മാറുന്നത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. ഈ സർക്കാർ 2016 NDA സർക്കാർ വന്നതിന് ശേഷം അവരതിനെ, സനീഷ് ഓർമ്മയില്ലേ, പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി പ്രൊമോട്ട് ചെയ്ത സംഗതിയാണ്. അതിനിടയിലാണ് നോട്ട് നിരോധനം കൂടി ഉണ്ടാകുന്നത്. അത് ഇതിനെ വല്ലാത്ത രീതിയിൽ വളർത്തുകയും ചെയ്തു. അപ്പോൾ ആ നിലയ്ക്ക് എല്ലാ അർത്ഥത്തിലും ഇതിനെ ഒരു ബിസിനസ് പോലെ ഇൻവെസ്റ്റ് ചെയ്ത് വളർത്തിയെടുത്ത് അതിൻ്റെ ഫലം പറ്റാൻ ഇപ്പോൾ നോക്കുക എന്ന് പറയുമ്പോൾ അതിൽ കുഴപ്പമുണ്ട്. കാരണം എങ്ങനെ വന്നാലും ഇതിപ്പോൾ വ്യാപാരിക്ക് മാത്രമാണ് അല്ലെങ്കിൽ കച്ചവടക്കാർക്ക് മാത്രമാണ് ഇതിൻ്റെ നേരിട്ടുള്ള ബാധ്യത, അവരിൽ നിന്നാണ് ഈടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും സംഭവിക്കുന്നത് പോലെ സ്വാഭാവികമായും ആ പണം നമ്മളോട് വാങ്ങിയാണ് അത് ഈടാക്കിയാണ് അത് കാര്യങ്ങൾ നടപ്പാക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. ഇതിൽ സർക്കാരുകൾക്ക് പലതും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഹർഷ, നമ്മുടെ അഡ്വക്കേറ്റ് കാളീശ്വരൻ രാജ എനിക്കിപ്പോൾ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നു. ഗവൺമെൻറ് ഷുഡ് ബൂസ്റ്റ് ഇറ്റ്സ് ഓൺ കേരള സവാരി ടാക്സി ആൻഡ് പ്രിവെൻറ്റ് ഇറോഷൻ ഓഫ് മണി ഡ്യൂ ടു അവർ ഡ്രൈവേഴ്സ് ടുവേഴ്സ് ദ മൾട്ടിനാഷണൽസ് പ്ലീസ് യൂസ് യുവർ. അപ്പോൾ അതായത് അദ്ദേഹം വളരെ വാലിഡ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത് നമ്മൾ നേരത്തെ ടാക്സിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത്തരം ഇപ്പോൾ പൈസയുടെ കാര്യമാണെങ്കിലും ജനാനുകൂലമായിട്ടുള്ള സർക്കാരുകൾക്ക് ഇതിൽ ഇടപെട്ടിട്ട് സർക്കാർ സംവിധാനങ്ങൾ തന്നെ, ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു കേരള സവാരി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനെ ബൂസ്റ്റ് ചെയ്താൽ തന്നെ കേരളത്തിലെ കാര്യങ്ങൾ ഒരു പരിധിവരെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വല്ലാത്തോതിൽ ഈ മൾട്ടിനാഷണൽ കമ്പനികൾ നമ്മുടെ പണം ഊറ്റുന്നത് തടയാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് സർക്കാരുകൾ മുൻകൈ എടുത്താൽ മതി. കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ പറയുന്ന പിന്നെ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജനാനുകൂലമായ സർക്കാരുകളാണെങ്കിൽ പദ്ധതി ഇല്ലാഞ്ഞിട്ടല്ല. അദ്ദേഹം അതിപ്പോൾ മന്ത്രി CP ജോണിനോട് തന്നെയും അക്കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തോടൊരു നന്ദി, ആ കാര്യം പെട്ടെന്ന് ഓർമ്മിപ്പിച്ചത്. ഞാൻ അത് വന്നതുകൊണ്ട് വായിച്ചാണ്. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ടാണ്, അതായത് ഒരു ഒരു കച്ചവടം നടത്തുന്ന പോലെ സർക്കാർ പെരുമാറിക്കൂടാ എന്നുള്ളതാണ് നമുക്ക് തൽക്കാലം ഓർമ്മിപ്പിക്കാനുള്ളത്. 2016 നവംബർ 8 നോട്ട് നിരോധനത്തിന് ശേഷമാണ് രാജ്യത്ത് ഡിജിറ്റൽ മണി
വിപ്ലവം സാധ്യമായത്. രാജ്യത്തെ പൗരന്മാരെ എല്ലാം UPIയിലേക്ക് ആകർഷിപ്പിച്ചതും കേന്ദ്ര സർക്കാർ തന്നെയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ കറൻസികൾ ഒഴിവാക്കാനും ഡിജിറ്റൽ ഇടപാടുകളിലേക്ക് മാറാനും രാജ്യത്തോട് ആഹ്വാനം ചെയ്തു. സൗജന്യ നിരക്കിൽ എളുപ്പത്തിൽ പണമിടപാടുകൾ നടത്താം എന്നതുകൊണ്ട് UPI സംവിധാനം വേഗത്തിൽ എല്ലാവരിലേക്കും എത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ഡിജിറ്റൽ പേയ്മെൻറ്റിന് ചാർജ് ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ. ചാർജ് ചുമത്തുന്നത് വ്യാപാരികൾക്ക് മേലാണെങ്കിലും ആ ബാധ്യത ഇവിടുത്തെ സാധാരണക്കാരായ ഉപഭോക്താക്കളിലേക്ക് എത്തുമെന്നത് തീർച്ചയാണ്. അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ഇപ്പോൾ പൊടുന്നനെ ചാർജ് വർദ്ധിപ്പിച്ചതെന്ന വിമർശനത്തിനും മറുപടി നൽകാൻ കേന്ദ്രത്തിന് ബാധ്യതയുണ്ട്. എന്തായാലും ഈ പുതിയ ഭേദഗതിയിലൂടെ UPI ഇടപാടുകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം.